പെട്രോൾ ഡീസൽ വിലവർധനവിന് പിന്നാലെ വീണ്ടും ആകർഷക കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാഹി. സമീപ ജില്ലയിൽ നിന്നും ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. വിലയിലെ വലിയ മാറ്റമാണ് വാഹന ഉപഭോക്താക്കളെ മാഹിയിലേക്ക് ആകർഷിക്കുന്നത്. യുദ്ധം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി ഇതുവരെയും പരിഹരിക്കാൻ നമ്മുടെ നാടിന് സാധിച്ചില്ല. നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CNG ഉൾപ്പെടെയുള്ള പാചകവാതകത്തിന് ഉൾപ്പെടെ വില കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ക്രമാധീനമായി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാഹിയിലാണ്. എന്നോടൊപ്പം ചേർന്നത് ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മാനേജറായിട്ടുള്ള രാകേഷാണ്. ഈ കേരളവും പോണ്ടിച്ചേരിയും തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിൽ പെട്രോളിനുള്ളത്? നിലവിലൊരു 10-11 രൂപയുടെ വ്യത്യാസവും പെട്രോൾ ഒരു 12 രൂപയുടെ വ്യത്യാസവും ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് ഒരു പ്രാവശ്യം 3 രൂപയും രണ്ടാമത്തെ പ്രാവശ്യം 90 പൈസയാണ് ഇപ്പം കൂടിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ 87-64 ഡീസലിനും 97-74 പെട്രോളിനാണ് ഇപ്പം നിലവിലുള്ള റേറ്റ്. ഇനി കൂടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കമ്പനി തീരുമാനിക്കുന്നതാണ്. നിലവില് സാധാരണ ആളുകൾക്ക് അറിയാൻ വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്, എത്ര പൈസയാണ് ഈ മാഹിയിൽ കൂട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ താല്പര്യമുള്ളത്. മാഹിയിൽ നിലവിൽ ഇപ്പം ഡീസലിന് 3 രൂപ 90 പൈസന്റെ അടുത്താണ് ഏകദേശം കൂടിയിരിക്കുന്നത്. പെട്രോളിനും അതേപോലെ തന്നെയാണ് 3 രൂപ 90 പൈസ കൂടിയിട്ടുള്ളൂ, വേറൊരു പൈസയും കൂടിയിട്ടില്ല. ഫസ്റ്റ് ടൈം 3 രൂപയും സെക്കൻഡ് ടൈം 90 പൈസ കൂടിയിരിക്കുന്നത്. ഈ ഊർജ്ജ പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ നമ്മുടെ നാടിനെ അലട്ടുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അത് ഒരു നയപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അതായത് എഥനോളിന്റെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണത്? എത്തനോളിന്റെ ഇപ്പം നിലവിൽ നമുക്ക് പെട്രോളിന് 20% എത്തനോൾ കൂടിയിരിക്കുകയാണ്. അത് ഇൻക്രീസ് ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ കുറക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കണം ജലം ഇതാകുമ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ടെക്നോളജി ഇവിടെ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഈ മാത്രമല്ല, ഈ ചില ആളുകളുടെ ആശങ്ക എന്ന് പറയുന്നത്, ഇത് ഈ പെട്രോൾ പമ്പുകളിൽ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നതും മാഹിയിൽ ഉപയോഗിക്കുന്ന പമ്പുകളിൽ ഈ എഥനോളിന്റെ അളവ് കൃത്യമാണോ, അത് രണ്ടും വ്യത്യാസമാണോ എന്നറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. എന്താണത്? നമുക്കൊക്കെ പ്രൊഡക്റ്റ് വരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫറൂഖ് ഡെപ്പോ എന്നാണ്. കേരളത്തിലും വരുന്നത് അതേ ഡെപ്പോ എന്നാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് രണ്ട് സ്ഥലത്തും ഒരേപോലെയാണ് വരുന്നത്. ടാക്സിന്റെ റിഡക്ഷനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്, അല്ലേ? ടാക്സിന്റെ ഡിഫറൻസ് മാത്രമാണ് കേരളവും നമ്മളും തമ്മിൽ വ്യത്യാസം തരുന്നത്. പെട്രോളിന് 10 രൂപയും ഡീസലിന് 12-13 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് പെട്രോളിനും ഡീസലായിട്ട്. പെട്രോൾ വില വർധനവിന് ശേഷം ഇത്തരത്തിൽ ആളുകളുടെ എണ്ണം വീണ്ടും കൂടിയോ? കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ പെട്രോൾ അടിക്കാൻ വരവ് കൂടിയോ? നിലവിൽ അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടെ ശരാശരി ഒരു കച്ചവടമുണ്ട്. അത് ഇപ്പം കുറച്ചൊരു ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പം നിലവിൽ കുറച്ചൊരു ഇൻക്രീസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാതെ ഈ പ്രതിസന്ധികളൊന്നും പരിഹരിക്കാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇവിടെ എത്തി പെട്രോൾ അടിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡീസലിനും വലിയ രീതിയിലുള്ള വിലക്കുറവുണ്ട്. ഹൈവേന്റെ പണി മൂലം കച്ചവടമൊക്കെ അല്പം കുറഞ്ഞിരുന്നുവെങ്കിലും ഈ വലിയ രീതിയിലുള്ള ഈ പണത്തിലെ വ്യത്യാസം, അതായത് 10 രൂപയോളം വരുന്ന വ്യത്യാസം, അത് വീണ്ടും മാഹിയെ ഒരു ആകർഷക കേന്ദ്രമാക്കി തന്നെ മാറ്റുകയാണ്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.